ഒരു 10-15ഓളം കോവക്ക അങ്ങോട്ട് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 2-3-4 ചെറിയ ഉള്ളി, ഒരു 4-5 വറ്റൽമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഇതുപോലൊന്ന് ചെയ്ത് നോക്കി മക്കളെ. നമ്മളുണ്ടല്ലോ അലക്കുന്ന വെള്ളം പോകുന്ന സ്ഥലത്തോ അതല്ലാന്നുണ്ടെങ്കിൽ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു കോവക്കൻ്റെ വള്ളി ഒരു മുരയുടെ അടിഭാഗം എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാണ്ട് ഒരു അരിവാൾക്കത്തേക്ക് എടുത്തിട്ട് ഒന്ന് തോണ്ടിയിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കണ്ട. പക്ഷേ ഒരു ചെറുതായിട്ടൊരു പന്തലും കൂടെ അങ്ങോട്ട് വിരിച്ചു കൊടുത്താലുണ്ടല്ലോ, എൻ്റെ പഠിച്ച റബ്ബേ, എത്ര കോവക്കയാണ് പറിച്ചാലും തീരാത്ത കോവക്ക ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ഈ ഒരു കോവക്ക വെച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കലെങ്കിലും ഇത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കട്ടെ കാണുന്നത്. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കുട്ടികളൊക്കെ ഉണ്ടല്ലോ വീണ്ടും ഇങ്ങനെ ചോദിച്ച് വാങ്ങി കഴിക്കും. ഇനിയിപ്പോൾ കുട്ടികളെ മാത്രം പറയണ, നമ്മളാലും ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് കരട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു കോവക്ക ഇങ്ങോട്ട് നോക്കിയാണ്, കുറച്ചൊരു മൂത്ത കോവക്കയാണ്. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കോവക്ക ഇപ്പോൾ കുറച്ച് മൂത്ത് വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ കുറച്ച് ഇളമയാണെന്ന് വിചാരിച്ചിട്ടൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പം ഇതുപോലെ മൂത്ത കോവക്കൊന്നും ഇനി ആരും കളയലിട്ടോ. ചില ആളുകളൊക്കെ ഉണ്ട് കോവക്ക മൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉൾഭാഗമൊക്കെ ഒന്ന് ചുവന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് കുപ്പയിലേക്ക് എറിയുന്ന പരിപാടി. മക്കളങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തോലായിട്ട് ഇതേറിയുള്ളൂ. കാരണം ധാരാളം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു സാധനമാണ് ഈ ഒരു കോവക്ക പൊരിച്ച് കാണി കഴിക്കുന്ന പോലുണ്ട്, അതുപോലെ തന്നെ തോരൻ വെച്ചിട്ടും കറി വെച്ചിട്ടും ഉപ്പേരി വെച്ചിട്ടും അങ്ങനെ പല ഉപ്പിലിട്ടിട്ടും ഒക്കെ കഴിക്കുന്ന, അച്ചാറിട്ടിട്ടും ഒക്കെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും കൂടിയിട്ട് അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇനിയിപ്പോൾ എത്ര കോവക്ക ഇഷ്ടമില്ലാത്തോലും കഴിക്കണം പറ്റണം. അതുപോലെ തന്നെ നമുക്ക് ഇത് കിട്ടി കഴിഞ്ഞാൽ, ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറച്ചിയില്ല വീട്ടിൽ, മീനില്ല, പപ്പടമില്ല, ഒന്നും ഒരു പരാതി ഉണ്ടാവില്ല കേട്ടോ. ഇത് മാത്രം മതിയാവും നമുക്ക്. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വിഭവമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് കണ്ടോളി. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്താളി. പിന്നെ ബെല്ലേക്ക് നിൽക്കുക, ഓൾ എന്നുള്ള ഓപ്ഷനിലൊക്കെ ക്ലിക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 3-4 വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ഇപ്പം നിങ്ങളടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് അങ്ങോട്ട് ഒഴിവാക്കിക്കളി കേട്ടോ. കാരണം എപ്പോഴും നമ്മളടുത്ത് മുളക് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുളക് പൊടി യൂസാക്കാം, അല്ലെങ്കിൽ പച്ചമുളക് യൂസാക്കാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വറ്റൽമുളകാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വറ്റൽമുളക് എന്ത് ചെയ്യുക, ഒന്ന് നല്ലോണം നമ്മൾ അടുപ്പിലൊക്കെ ചുട്ടെടുക്കൂലേ അതുപോലെ നല്ലോണം ഒന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലോണം അങ്ങോട്ട് കുറച്ച് വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മുളകല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്ത് ഇതുപോലെ നല്ലോണം കുറച്ച് ഇടയ്ക്ക് ഭാഗത്തൊക്കെ ഒരു കറുപ്പ് കളറും അതുപോലെ തന്നെ നല്ലൊരു മുളക് വറുത്തൊരു സ്മെല്ലൊക്കെ വരുന്നത് കണ്ടാൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് ആ ഒരു വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം പിന്നെ ആ ഒരു ചൂടായ എണ്ണയിലേക്ക് തന്നെ നമ്മൾ തൊലിച്ച് വെച്ചിട്ടുള്ള ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചീരുള്ളി എന്ന് പറഞ്ഞാൽ നമ്മളവിടെയൊക്കെ അതിന് ചീരുള്ളി എന്നാണ് പറയുന്നതെങ്കിലും ചില നാട്ടിലൊക്കെ അതിന് കൊച്ചുള്ളി, ചെറിയ ഉള്ളി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നിങ്ങളെ നാട്ടിൽ എന്താണോ ഇതിന് പറയില്ല, ചീരുള്ളി എന്നാണോ, കൊച്ചുള്ളി എന്നാണോ, ചെറിയ ഉള്ളി എന്നാണോ, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയാന്നുള്ളത്. ഏതായാലും ഈ ഒരു ചീരുള്ളിൻ്റെയും വെള്ളുള്ളി എന്നിട്ട് നമ്മൾ വേഗം പറയുകയാണെങ്കിൽ പറയല്. അപ്പോൾ ചീരുള്ളിൻ്റെയും വെള്ളുള്ളിൻ്റെയും ആ ഒരു പച്ച സ്മെല്ല് നമ്മൾ വായിലൊക്കെ അത് പച്ചക്കിട്ട് കഴിക്കുമ്പോൾ നല്ലോണം നമുക്ക് പൊള്ളൂല, നാവും കൊല്ലും ഒന്നായിട്ട് പൊള്ളൂലേ. ആ ഒരു പൊള്ളൽ അങ്ങോട്ട് മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും ഇളക്കിക്കോണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പച്ചച്ചവയും ഒക്കെ പോയിട്ടുണ്ട്, നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ലൊരു സ്മെല്ലും ഉണ്ട്. ഇനി നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഇതൊക്കെ കോരിയിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തോളിട്ട. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലൊക്കെ എടുത്തോളി, കുഴപ്പമൊന്നുമില്ല. പിന്നെ നെയ്യിലൊന്നും ഇത് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതൊരു വേറെന്തോ രുചിയായിട്ട് മാറും. നമ്മൾ പഴം വാട്ടൊന്നുമില്ലല്ലോ.
അപ്പോൾ ഏതായാലും ഇതാ എല്ലാം കോരിയതിന് ശേഷം ഈ ഒരു കോവക്ക ഇതിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. നെരിയാനോ മുരിയാനോ ഒന്നും നിൽക്കണ്ട. അതുപോലെ തന്നെ ഇതിന് ആ ഒരു പച്ചപ്പ് മാറിയാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ പരത്തി വെച്ചിട്ട് മൂടി വെക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല. നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ. ഞാൻ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണത്. ഏതായാലും ഇതാ ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയമായപ്പോഴേക്കും ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ചില ഭാഗമൊക്കെ ഇങ്ങനെ മുരിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മുരിയണമെന്നൊന്നുമില്ല, കുറച്ചൊന്ന് സോഫ്റ്റായാൽ മാത്രം മതിയാവും. ആ ഒരു പച്ച ടേസ്റ്റ് പോയാൽ മതി. ഇതാ കണ്ടല്ലോ, ഒരു ഭാഗം ഇങ്ങനെ നെരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അറിയോ, ഈ ഭാഗം നെരിഞ്ഞൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചി ഉണ്ടാവും. പ്രത്യേകിച്ചും ഈ ഒരു കോവക്ക ഇനിയിപ്പോൾ പൊരിച്ചൊക്കെ കഴിക്കാൻ നല്ല രുചിയാണല്ലേ. ഈ അതുപോലെ തന്നെ ഉപ്പേരി വെച്ചാലും തോരൻ വെച്ചാലൊക്കെ ഇഷ്ടം തന്നെയാണ് എല്ലാവർക്കും. ഏതായാലും പിന്നെ സാമ്പാറിലൊക്കെ ഇട്ടുകാണ്ടൊക്കെ വെക്കണോലൊക്കെ ഉണ്ട്. അപ്പോൾ ചിലർക്ക് ഇതെന്താ കാട്ടേണ്ടിന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കോവക്കൊക്കെ അങ്ങനെ ആരും അങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപാടിയാണ് മക്കളേത്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെ കോവക്ക വെച്ചാലുള്ള കുഴപ്പം എന്താ പറയുക, ചട്ടിയിൽ നിന്ന് മാറ്റാനുള്ള കാരണം ആ ചട്ടീൻ്റെ നല്ല ചൂടാണ്. പിന്നെ ഇപ്പോൾ ആ കോവയ്ക്കും ചട്ടിയും കൂടി ചൂടാറിയിട്ട് വേണ്ട നമുക്ക്. അപ്പോൾ നേരമില്ല കേട്ടോ, സമയമില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു 2 മണിയാകുമ്പോൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണമല്ലോ എന്നും കരുതിയിട്ട് വേഗം ആ ചട്ടിയിൽ നിന്ന് അങ്ങോട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി. മിക്സിൻ്റെ ജാറിൽ ചൂടോടെ ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഉള്ളിയും ഇതൊക്കെ ആദ്യം തന്നെ മാറ്റി വെച്ചുകൊണ്ട് പെട്ടെന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പം ഉള്ളിയും മുളകും ആദ്യം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു കോവക്കൊക്കെ നല്ലോണം ചൂടാറും. കാരണം പെട്ടെന്ന് ചൂടാറി കിട്ടും ആ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റിയത് കൊണ്ട് തന്നെ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളം പുളിയാണ്. ഈ പുളിൻ്റെ ഉള്ളിലത്തെ കുരു ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലേഡ് ഒച്ചപ്പാടും നായട്ടൊക്കെ ആയിട്ട് പോരാത്തിന് ബ്ലേഡ് കേടാവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു പുളിയും കൂടി ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് അരച്ച് കൊണ്ടുവന്നു കേട്ടോ. ഇപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലുണ്ട്. ആ ഒരു മുളക് വറുത്തതും ഉള്ളിയും എല്ലാം കൂടെ ആയിട്ടായിരിക്കും നല്ലൊരു മണമുണ്ട്. ഇനി ഇതാ ഈ ഇതുണ്ടല്ലോ നമ്മളെ കോവക്ക, അതും നല്ലോണം അപ്പോതിന് ചൂടാറിയണേ. നേരെ മറിച്ച് ചട്ടിയിലാണ് ഇത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചട്ടീനെ എപ്പോഴും ചൂടാറി കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ തണുത്ത പ്ലേറ്റിലേക്ക് മാറ്റി അത് വേഗം ചൂടാറി ഈ ഒരു കോവയ്ക്കും കൂടി ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണേ ഉള്ളൂ. പക്ഷെ നല്ലോണം അരഞ്ഞെടുക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് ആദ്യം ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു നുരുമ്പ് തേങ്ങ, ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ടാവും. തേങ്ങ കൂടി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ തേങ്ങ ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ കുറച്ച് വെച്ചിട്ടും ചെയ്യാം. ഇനിയിപ്പോൾ തേങ്ങ തീരല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് അത്രയേ ഉള്ളൂ. തേങ്ങ കൂടി ഇടുമ്പോൾ ഇതാണല്ലോ ഒന്നും കൂടെ കുറച്ച് കൂനലുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഇത്രയൊക്കെ സമയമായിട്ട് ഉപ്പിട്ടിട്ടില്ലേ ഇനിയല്ലോ അല്ലേ. കോവക്ക വേവിച്ചു, അതുപോലെ തന്നെ ഉള്ളി അങ്ങനത്തെ ഒക്കെ വഴറ്റി എന്നിട്ടൊന്നും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ കോവയ്ക്കേക്കും കൂടെ കണ്ടിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരഞ്ഞു കഴിഞ്ഞപ്പോൾ മക്കളെ എനിക്ക് വല്ലാത്തൊരു രസം കേട്ടോ. അതേ രുചി ഭയങ്കര അപാര രുചി. അപ്പോൾ ചോറ് കഴിക്കാൻ വല്ലാത്ത പൂതി വരിക. അങ്ങനെയാണല്ലോ, നല്ല കൂട്ടാനൊക്കെയാണ് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കൂട്ടാനാണ്. ചില ആളുകൾ ഇപ്പോൾ വിചാരിക്കണോ ഒരു കോവക്ക ചമ്മന്തിക്കാണോ ഇത്രയും ചോറ് കഴിക്കാൻ പൂതിയാവണമെന്ന്. എനിക്കിപ്പോൾ നിങ്ങൾ ചിക്കൻ പൊരിച്ച് കൊണ്ടുവന്നാലും അതിനേക്കാളൊക്കെ എനിക്കിഷ്ടം തോന്നുന്നത് ഈ ഒരു ചമ്മന്തിക്കാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ ഇന്നേരം തന്നെ ചോറ് കഴിക്കണം. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയം, കേട്ടിട്ടില്ല. അപ്പോൾ അത്രക്കും നല്ല വെറൈറ്റി രുചിയാണ് കേട്ടോ. ഈ ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ മീനോ ഇറച്ചിയോ ഒന്നും കിട്ടിക്കോണമെന്നില്ല. ഞാൻ പിന്നെ ഇവിടെ സൂത നല്ലോണം ഉണ്ട്. അപ്പോൾ അതിൽ 2 പീസ് എടുത്തുക്കണേ. പക്ഷേ ഇതിവിടെ ബാക്കി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക, ഈ ഒരു ചമ്മന്തി തന്നെ മതി മക്കളെ നമുക്ക്. ഇപ്പോൾ ഈ ചോറ് ഒരുപാട് കഴിക്കണ വലിയൊരു സംഭവമൊന്നുമല്ല, കേടാണ് ചോറ് കഴിക്കണേ. പക്ഷെ എന്താ പറയുക, ഇതുപോലുള്ള ഇഷ്ടപ്പെട്ട കൂട്ടാനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം കുറച്ച് കൂടുതൽ തിന്നു പോവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോറ് തോനെ കഴിക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്താ കാട്ടിലെന്ന് അറിയാം, ഇഷ്ടപ്പെടാത്ത കൂട്ടാനൊക്കെ ഉണ്ടാക്കും. ഈ മീനുകൊണ്ടും ഇറച്ചി കൊണ്ടൊക്കെ ഉണ്ടാക്കിയാലും വല്ലാതെ അങ്ങോട്ട് ചോറ് പോകില്ലല്ലോ. ഇതുപോലുള്ള ഈ ചമ്മന്തികൾ അങ്ങനെ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ചോറ് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് മനസ്സിലാവില്ല. അത്രക്കുമാണല്ലേ, അടിപൊളി ടേസ്റ്റാണ് മക്കളെ. നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം കോവക്ക ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. പിന്നെ നിങ്ങൾ
ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്കിൻ്റെ പേജിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പേജിലെത്തും. ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്ത് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.